നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എല്ലാവരും ക്വാളിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ. ബിൽഡിങ് പണിയുമ്പോൾ എല്ലാ അതിനും തന്നെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ എന്നാൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ട്രക്ചറിൽ അതിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതൊരു സ്കെലിറ്റൻ ആണല്ലോ. നമ്മുടെ നട്ടല് അല്ലെങ്കിൽ നമ്മുടെ സ്കെലിറ്റൻ, നമ്മുടെ ശരീരം താങ്ങി നിർത്തുന്ന ബോർഡ് പോലെ തന്നെയാണ് നമ്മുടെ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ആ സ്ട്രക്ചർ നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണിച്ചാലും എന്നത് കാര്യമില്ല. അപ്പം പ്രധാനമായിട്ട് സ്ട്രക്ചറാണ്. രണ്ടാമതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ആക്സസറീസ് ആണല്ലോ ബിൽഡിങ്ങിൻ്റെ, അതിനകത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വയറിങ് ആൻഡ് പ്ലംബിങ്. അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും അല്ല ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എന്നും ഒരു തലവേദനയായിരിക്കും, ഒരു ബിൽഡിംഗ് നിൽക്കുന്ന തലവേദനയായിരിക്കും. അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ നല്ല ഒരു എഞ്ചിനീയറിനെ സമീപിച്ച് നല്ല രീതിയിലുള്ള സ്ട്രക്ചറിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്താനും കഴിയുമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ സാന്നിധ്യത്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ് കമ്മിറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ രീതിയിലുള്ള റിപ്ലിക്കേഷൻസ് ഉണ്ടാകാറില്ല സ്വാഭാവികമായിട്ടും. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഫൈവ്. അതായത് നമുക്ക് ഇപ്പം ഫ്ലോറിംഗ് ടൈലിങ്ങിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പയ്യെ പരിഹരിക്കാതെ നമ്മളെ ഒരു കോർണറിൽ മാത്രം എഫക്ട് ചെയ്യുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു വയറിങ്ങിന് എവിടെയെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ സിസ്റ്റത്തെ ബാധിക്കും. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചതുപോലെ പ്രധാനമായിട്ട് ഈ രണ്ട് മേഖലയിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കുന്നതിന് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. സംശയങ്ങൾക്കായി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.